പലവിധത്തിലുള്ള രോഗങ്ങൾ അതിനോടനുബന്ധമായിട്ട് വരാം. വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ട് പുറത്തേക്ക് പോവുകയും അതുപോലെ ഡീഹൈഡ്രേഷനും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് പല രോഗം, സ്കിൻ പ്രോബ്ലംസ്, ത്വക്കിൽ വരുന്ന ചൊറിച്ചിൽ, അതുപോലെ സ്കിന്നിന് വരുന്ന ഡ്രൈനസ്, അതുപോലെ തന്നെ കണ്ണിനും ഇതുപോലെയുള്ള ഇത്തരത്തിലുള്ള ഡ്രൈനസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നമ്മളൊരു മരുന്നിനേക്കാൾ ഉപരിയായിട്ട് ആഹാര രീതിയിലേക്ക് വന്നിട്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ശീതോപചാരങ്ങളും ആഹാര വിഹാരങ്ങളും ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, എരിവ്, ഉപ്പ്, പുളി ഈ 3 രസങ്ങളെയും കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറികളെ നമ്മൾ ആഡ് ചെയ്യുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ വെള്ളം തീർച്ചയായിട്ടും കുടിച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് കുറേശ്ശെ വെള്ളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ക്ഷീണത്തെ തീർക്കാനും ശീതത്വം അല്ലെങ്കിൽ തണുപ്പിനെ തരാനും നമ്മുടെ ക്ഷീണം മാറ്റാനൊക്കെ ഏറ്റവും സഹായിക്കുകയും ചെയ്യും.